പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിൽ അവസാനമായി നാം ചർച്ച ചെയ്തത് ആങ്ക് കെ താരോ എന്ന പാട്ടാണ്. ആ പാട്ടിലുള്ള ആദ്യത്തെ 2 പ്രവർത്തനങ്ങൾ നാം ഇതിനകം ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം വരുന്ന ഒരു ലോറി ഗീതാണിത്. ലോറി ഗീത് എന്ന് പറഞ്ഞാൽ താരാട്ടുപാട്ട്. സോജാ ചാന്ദ് സിത്താരേ സോജാ സോജാ പ്യാരേ പ്യാരേ സോജാ സോജാ രാജ് ദുലാരേ സോജാ സോയേ ബച്ചേ സാരേ സോജാ മേരേ മുന്നേ ഭയ്യാ സോജാ ചിടിയാ സോയി കൗവാ സോയാ മൈന സോയി തോത്ത സോയ ബില്ലി സോയി കുത്ത സോയ എന്ന് തുടങ്ങുന്നുള്ള ഈ താരാട്ടുപാട്ടിലെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ആയിയെ സബ് മിൽക്കർ യേ ഗീത് ഗായേ. ഇസ്മേ ചന്ദ് ജാൻവർ ഔർ പരിന്ദോ കെ നാം. ജാൻവർ ഔർ പരിന്ദോ കെ നാം എന്ന് പറഞ്ഞാൽ എന്താ? ജാൻവറിൻ്റെയും പരിന്തയുടെയും പേരുകൾ ആയേഹെ വന്നിട്ടുണ്ട്. ഉനേ ചുൻകർ അലഗ് അലഗ് ഖാനോമേ ലിഖേം എന്നതാണ്. ഇതിലുള്ള ജാൻവർ പരിന്ത്. ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗമാണ്. ജാൻവർ മൃഗം, പരിന്ത് എന്ന് പറഞ്ഞാൽ പക്ഷികൾ. പരിന്ത പക്ഷി. ഇപ്പോൾ ജാൻവറിന് എന്ത് ചെയ്യണം? ഈ കോളത്തിൽ എഴുതണം. ജാൻവർ എന്നതിന് ഈ ജാൻവറിൻ്റെ ഈ കോളത്തിൽ എഴുതുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള പരിന്തയെ, പരിന്ത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എന്താണ്? പരിന്ത എന്ന് പറഞ്ഞാൽ പക്ഷിയാണ് അല്ലേ? പക്ഷി. ഈ പക്ഷി എന്ത് ചെയ്യണം? ഇതുപോലെ ഈ പരിന്തയുടെ കോളത്തിലും എഴുതണം. ഇങ്ങനെ എഴുതാനുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മുടെ പാട്ടിലേക്ക് പോയാൽ സോജ ചാന്ദ് സിത്താരെ സോജ എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ആ 4 വരികൾ, ആദ്യത്തെ 4-5 വരികൾ വരുന്നത് എന്താണ്? കുട്ടിയെ നീ ഉറങ്ങിക്കോ, കുഞ്ഞെ നീ ഉറങ്ങിക്കോ എന്നുള്ളതാണ് അതിൽ വരുന്നത്. അതിന് ശേഷമാണ് മൃഗങ്ങളും പക്ഷികളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്, ഇന്ന മൃഗങ്ങളും ഇന്ന പക്ഷികളൊക്കെ ഉറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെല്ലാമാണ് പക്ഷികൾ, ഏതെല്ലാമാണ് മൃഗങ്ങൾ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് മൃഗങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. മൃഗങ്ങളൊക്കെ താഴത്തെ നിരയിലാണ് ഉള്ളത്. ബില്ലി സോയി, കുത്ത സോയ, മുർഗി സോയി, ബക്കര സോയ എന്നതിൽ ബില്ലി നമുക്കറിയാലോ. ബില്ലി എന്ന് പറഞ്ഞാൽ എന്താ? ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ചയാണ് അല്ലേ? ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. ബില്ലി എന്താണ്? കുത്ത എന്ന് പറഞ്ഞാലും ബക്കര എന്ന് പറഞ്ഞാലും ജാൻവറാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ബില്ലി, കുത്ത, ബക്കര എന്നിവ ജാൻവറുകളുടെ പേരാണ്. അപ്പോൾ ആ ജാൻവർ എന്ന കോളത്തിൽ ഏതെല്ലാം എഴുതണം? ബില്ലി എഴുതണം, കുത്ത എഴുതണം, ബക്കര എഴുതണം. സിമ്പിളാണല്ലോ, ഇതെഴുതാം. ഇനിയോ ഈ കോളത്തിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ബില്ലി, ബക്കര, അതുപോലെ വേറെ എന്താണ് ഇതിന്? കുത്ത എന്ന് എഴുതാം. ഈ 3 എന്തായിട്ടുള്ളൂ? ജാൻവറായിട്ടേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളവ മുഴുവൻ എന്താണ്? പരിന്തയാണ്. ബാക്കിയുള്ളവ എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ട് നോക്കൂ. ഏതെല്ലാം ഉള്ളത്? ബില്ലിയുടെ തൊട്ട് മുകളിലുള്ളത് എന്താണ്? ചിടിയ. ചിടിയ എന്ന് പറയുന്നത് ഒരു പരിന്തയാണ്. അതുപോലെ തന്നെ കൗവ, കാക്ക അല്ലേ? പിന്നെയോ മൈന, തോത്ത, തത്ത, മുറകി, കോഴി. അപ്പോൾ ഈ 5 അല്ലേ? ഏതൊക്കെയാ? 1 ചിടിയ അല്ലേ? 1 ചിടിയ, 2 കൗവ, 3 മൈന, 4 തോത്ത, 5 മുറകി. ഇത്രയും ഏതിലെഴുതേണ്ടതാണ്? പരിന്ത എന്ന കോളത്തിൽ എഴുതാനുള്ളതാണ്. അപ്പോൾ ഈ പാട്ട് നോക്കിയിട്ട് ഈ 5 പേരുകളും പരിന്തയുടെ കോളത്തിലും നമ്മളിവിടെ എഴുതിയ ഈ 3 ജാൻവറിൻ്റെ കോളത്തിലും എഴുതിയിട്ട്
നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇത്രയുമാണ് ആംഗികെ താരോ എന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓക്കെ, ശുക്രിയ.